രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറച്ചായല്ലോ നമ്മൾ പരസ്പരം കണ്ടിട്ടില്ലേ? എല്ലാവർക്കും സുഖമില്ലേ? എല്ലാ യൂട്യൂബേഴ്സിനും എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വേനൽക്കാലമായി എല്ലാവരും സുരക്ഷിതമായിരിക്കുക. എന്തോന്നും സുരക്ഷിതമല്ലേ? നമ്മൾ ചെയ്യാനുള്ള പണികളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും പ്രത്യേക സ്നേഹാന്വേഷണം. പിന്നെ അതേപോലെ തന്നെ ഞാൻ എന്ന് രക്തമ്മ ചേച്ചിയുടെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സുപ്രിയയ്ക്ക് ചെറിയൊരു കുശുമ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് സുപ്രിയ, നിനക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. റീന ഉണ്ണി പ്രത്യേക സ്നേഹാന്വേഷണം. രക്തമ്മ ചേച്ചിക്ക് പ്രത്യേക സ്നേഹാന്വേഷണം. സുമോദിനും സുമേഷിനും സുഗുണനും എല്ലാവർക്കും, സുഗുണനും സുമേഷിനും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്താ പറയുക, എപ്പടി സൂപ്പറാ അപ്പടിത്താനേ. ഹായ്, ഹലോ. അരിക്കള പരിപാടികൾ തുടങ്ങാം. ദേ അരി എല്ലാം അടുപ്പിലായി കഴിഞ്ഞിട്ട് അരി വേവാറായി. ഇത് മീൻ കറിക്ക് വേണ്ടി അരച്ച് കിളക്കി വെച്ചു. പിന്നെ ഇന്നലെ കുറച്ച് കീര കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ ആ കീരയാണ് കേട്ടോ ഇന്നത്തെ ഉച്ചയൂണിനുള്ള നമ്മളെ രാജാവ്. കീര തോരൻ വയ്ക്കണം, പിന്നെ ഒരു കറി വയ്ക്കണം. അങ്ങനെ ദേ മീൻ കറി റെഡിയായി. അതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇന്ന് എനിക്കൊരു ചെറിയ മടി പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. ഞാൻ അരി അവിടെ റെഡിയാക്കി ബാക്കി മീൻ കറിയും ഒഴിച്ച് കറിയും തോരനും എല്ലാം ഇവിടെ തന്നെ വയ്ക്കുന്നത്. പിന്നെ ഒരു കുറച്ച് കാരയ്ക്ക് അച്ചാർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നെല്ലാം ഇവിടെ തന്നെ വെച്ച് അവിടെ വയ്ക്കാൻ ഓരോ ദിവസം ഓരോ മൂടാണല്ലോ മനുഷ്യർക്ക്. അങ്ങനെ അതുകൊണ്ട് ഇന്ന് അവിടെ വച്ചില്ല. നമുക്ക് കുറച്ച് കറിക്ക് കടുക് വറുത്തതിന് ശേഷം ഇന്ന് വെച്ചത് മീൻ കറിയുണ്ട്, ഒഴിച്ച് കറിയുണ്ട്, തോരനുണ്ട്, കാരയ്ക്ക് അച്ചാർ. ഇത്രയാണ് കേട്ടോ ഇന്നത്തെ ഉച്ചയൂണ്. മീൻ പൊരിപ്പൊന്നുമില്ല. അതൊക്കെ ഇനി വല്ലപ്പോഴും മതി. എന്നും കഴിച്ചാൽ അങ്ങനെ ഇനി ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വിളിച്ച് വരുത്തണ്ട. അതുകൊണ്ട് പൊരിപ്പൊക്കെ മതിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പൊരിക്കണതിൻ്റെ മീൻ കറി വയ്ക്കൂല, കറി വെക്കണതിൻ്റെ ഒന്നും പൊരിക്കൂല. ഇനി അങ്ങനെയാണ്. മീൻ കറിയോ ഏതെങ്കിലും ഒരു ഐറ്റമേ കഴിക്കാവൂ. വല്ലപ്പോഴും മാത്രമേ എല്ലാം കഴിക്കാവൂ ഇല്ലേ? അപ്പോഴേ ഞാൻ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഒരു ചേച്ചി നമ്മളെ നാട്ടിലുള്ളതാണ്, കേരളത്തിലുള്ള ഈ തിരുവനന്തപുരം ജില്ലയിലുള്ളതാണ്. അവർ പറഞ്ഞു അവർ വേറൊരു ജില്ലയിൽ കല്യാണം കഴിച്ചുകൊണ്ട് പോയി കീരത്തോരൻ വയ്ക്കാൻ പോവേണേ. അപ്പോൾ അവരിന്ന് വീഡിയോ കാണിച്ചത് കപ്പയും മീൻ കറിയും എന്നാണ് കാണിച്ചത്. ഞങ്ങളുടെ നാട്ടിൽ മരിച്ചിനി എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ മരിച്ചിനി മീൻ കറി എന്ന് പറയുമ്പോൾ ഒരു ഹസ്ബൻഡിനും ഒരു വീട്ടുകാർക്കൊന്നും പിടിക്കില്ല. മരിച്ചിനി എന്ന് പറയാൻ പാടില്ല, കപ്പയെന്നേ പറയാവുന്നു. അതൊക്കെ വെറുതെ ഇല്ലേ? അവരോരോ നാട്ടിൽ ഓരോ ഭാഷയുണ്ട്, ഓരോ സാധനങ്ങൾക്ക് ഓരോ പേരുണ്ട്, ഓരോ മീനിനും ഓരോ പേരാണ്. നമ്മളെ നാട്ടിലുള്ള മീനിൻ്റെ പേരെല്ലാം വേറെ നാട്ടിൽ പല പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ നമ്മളെ നാട്ടിൽ അറിയപ്പെടുന്ന നമ്മളെ മരിച്ചിനിയെ പല സ്ഥലങ്ങളിൽ പല പേരുകളിലാണ്. മരിച്ചിനി ചീനിക്കിഴങ്ങെന്ന് പറയുന്നത് ഓരോ സ്ഥലത്ത് എന്തോ മധുരക്കിഴങ്ങെന്നൊക്കെ പറയും. നമ്മളെ വീട്ടിൽ ഞങ്ങളൊക്കെ ചീനിക്കിഴങ്ങെന്ന് പറഞ്ഞാൽ അത് മധുരക്കിഴങ്ങെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ഒരുമാതിരി ആക്ഷേപം പോലെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കേട്ടോ ഇത് പറയണത്. ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. നമ്മളെ നാട്ടിൽ ഓരോ ഇതുണ്ട്. പച്ചക്കറി എന്നേ പറയാവൂ, മലക്കറി എന്ന് പറഞ്ഞുകൂടാ. അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ മലക്കറി വാങ്ങിക്കാൻ പോകണമെന്ന് തന്നെ പറഞ്ഞു. എവിടെയെങ്കിലും പോയ ചന്തയിൽ പോയ എന്തോ വാങ്ങാൻ വേണം, മീനും മലക്കറിയൊക്കെ വാങ്ങാൻ പോകണമെന്ന് പറഞ്ഞിട്ട് എന്നെ പോണത്. മരിച്ചിനി വാങ്ങിച്ചു, മീൻ വാങ്ങിച്ചു, മലക്കറി വാങ്ങിച്ചു എന്നൊക്കെ തന്നെ നമ്മൾ പറയണം കേട്ടോ. അതിനൊന്നും കാര്യമില്ല. പിന്നെ അതേ രാവിലത്തെ അടുക്കള പണികളെല്ലാം തകർത്തു. പിന്നെ ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ പറഞ്ഞതാണ്. അത് കേട്ടപ്പോൾ എനിക്ക് ഒരുമാതിരി തോന്നി. അങ്ങനെ ഞാൻ ഇവിടെ എല്ലാം വെച്ചതിന് ശേഷം എല്ലാം പറക്കി അവിടെ കൊണ്ടുവയ്ക്കണം. ഇവിടെ അന്ന് അങ്ങ് സ്വതന്ത്രമായിട്ടിട്ടിക്കണം, അതാണ് നല്ലത്. പിന്നെ അതേ മീൻ കറിയെല്ലാം കൊണ്ടുവച്ചു. അത് കഴിഞ്ഞ് കീരക്കറിയായി, തോരനായി.